അനിലക്കര കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനിലക്കര, നേരത്തെ തന്നെ MK വർഗീസിന്റെ പല നിലപാടുകളും വിവാദമായതാണ്. BJPയെ പുകഴ്ത്തുക, സുരേഷ് ഗോപിയെ പുകഴ്ത്തുക, ഇതൊക്കെ ഉണ്ടായതാണ്. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ? ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ BJP വലിയ നീക്കം നടത്തുകയാണ്. MK വർഗീസ് ഒല്ലൂരിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് BJPയുടെ നീക്കം. അല്ല, ഇത് ഞാനിപ്പത് ആദ്യമായിട്ട് കേൾക്കുന്ന വാർത്തയല്ല. എനിക്കിതിനകത്തൊരു അത്ഭുതവും. MK വർഗീസ് എന്ന് പറയുന്ന തൃശ്ശൂരിലെ മേയർ CPM ഒരു ടൂളാണ്. നമുക്കിതിന്റെ നാൾ വഴികൾ നമുക്കിത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. MK വർഗീസ് എന്ന് പറയുന്ന വിമുക്ത ഭവൻ കോൺഗ്രസിന്റെ സജീവമായ പ്രവർത്തനമായിരുന്നു. അദ്ദേഹം അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്ന സാഹചര്യം ഇത് വളരെ ഡിഫറന്റ് ആണ്. അത് പാർട്ടിയുമായി ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്ന സാഹചര്യം ഉണ്ടായത്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് അന്ന് BJPയാണ്. അവിടെ CPM വോട്ട് കൊണ്ട് മാത്രമല്ല അദ്ദേഹം ജയിച്ചത്, BJPയുടെ വോട്ട് കൊണ്ട് കൂടിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചത്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് CPM BJP ഒക്കെ പിന്തുണ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അദ്ദേഹം തൃശ്ശൂരിന്റെ മേയറായി. അതിനുശേഷമാണ് ഈ കരുവന്നൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. കരുവന്നൂരിലെ രാഷ്ട്രീയ സാഹചര്യം ഞാൻ തുടക്കം മുതൽ അതിനെ ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. കരുവന്നൂർ ബാങ്ക് തുടങ്ങി 12ഓളം സഹകരണ ബാങ്കുകളിൽ എത്തി നിൽക്കുന്ന വലിയ അഴിമതി. ആ അഴിമതിയുടെ ഭാഗമായി അന്ന് റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ PMLA കോടതിയിൽ, കലൂർ PMLA കോടതിയിൽ കൊടുത്ത് MK വർഗീസിനെ ആണെങ്കിലും അതുപോലെ തന്നെ AC മൊയ്തീനെ ഉൾപ്പെടെയുള്ള ആളുകളെ അന്ന് അറസ്റ്റ് ചെയ്യാതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിന് ശേഷമാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മേയറുടെ എത്ര വാര അകലെയാണ് സുരേഷ് ഗോപി താമസിക്കുന്ന ഹെറിറ്റേജ് എന്ന് പറയുന്നത്? തൃശൂർ കോർപ്പറേഷനിൽ 11ഓളം വോട്ടുകൾ സുരേഷ് ഗോപിയും അമ്മയും സഹോദരന്മാരും ഒക്കെ ചേർത്തിയത് ഈ മേയറുടെ അറിവോടെയല്ലേ? ഞാൻ അന്ന് ആരോപണം ഉന്നയിച്ചായിരുന്നല്ലോ. ഈ മേയറുടെ ഒത്താശയോട് കൂടി തന്നെയാണ് തൃശൂർ നഗരത്തിലെ പല ഭാഗങ്ങളിലും BJP വോട്ട് ചേർത്തിയത്. അപ്പൊ ഇതൊക്കെ CPM അറിയാവുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ കരുവന്നൂർ കേസ് ഇപ്പോഴും അവരുടെ തലയ്ക്ക് മുന്നിൽ തൂങ്ങി നിൽക്കുകയാണ്. കാരണം ഏതാനും ദിവസം കഴിഞ്ഞാൽ രാധാകൃഷ്ണനും അതുപോലെ തന്നെ MK വർഗീസും AC മൊയ്തീനും ജാമ്യമെടുക്കണം PMLA കോടതി തന്നാൽ. അത് പാർട്ടി കേസാക്കി മാറ്റി. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. തൃശൂർ ജില്ല യഥാർത്ഥത്തിൽ BJPയുമായി ചങ്ങാത്തം സ്ഥാപിച്ച് ഇവർ സീറ്റുകൾ പങ്കിട്ടെടുക്കാനുള്ള വലിയ തീരുമാനത്തിൽ CPI ഈ മുന്നണിക്കകത്ത് ബലിയാടാകും. എനിക്ക് പറയാനുള്ളത് ഇത് മുന്നിലെങ്കിലും കണ്ട് CPI ആ മുന്നണിയിൽ നിന്ന് മാറണം എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ യഥാർത്ഥത്തിൽ ഒല്ലൂര് ഇടതുമുന്നണിയെ സംബന്ധിച്ച് സുപ്രധാനമായൊരു മണ്ഡലമാണ്. അവിടെ ഈ പൊതുവിൽ BJP ഇപ്പോൾ ഈ MK വർഗീസിനെ ഇങ്ങനെ കളത്തിലിറക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. നിലവിലെ മേയർ BJP സ്ഥാനാർത്ഥിയാകുന്നു എന്ന അവസ്ഥയിൽ വരുമ്പോൾ ഇടതുമുന്നണി ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ MK വർഗീസിനെ സഹികെട്ട് കൊണ്ടു നടക്കുന്നു എന്നൊരു അവസ്ഥയിലാണോ ഇപ്പം പോകുന്നത്? അതാണോ അവരുടെ നിവൃത്തികേടാണോ, അതല്ല CPM ധാരണയാണോ? നിങ്ങൾ എന്താണ് ഇതിൽ ഉന്നയിക്കുന്ന രാഷ്ട്രീയം? ഇല്ല, ഇതിനകത്തൊരു നിവൃത്തികേടും ധാരണയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് വരാൻ പോകുന്ന വിഷയം ഏത് സീറ്റൊക്കെയാണ് തൃശ്ശൂർ ജില്ലയിൽ CPMഉം BJPയും തമ്മിലുള്ള ധാരണയുള്ള സീറ്റുകൾ? ഒല്ലൂർ സീറ്റാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി ആരാണ്? BJP സ്ഥാനാർത്ഥി വരികയാണ്. അവിടുത്തെ CPIയുടെ സ്ഥാനാർത്ഥിയാണ്. രണ്ടാമത്തെ സീറ്റ് ഏതാണ്? തൃശ്ശൂർ ടൗൺ സീറ്റാണ്. അവിടുത്തെ സ്ഥിതി എന്താണ്? പിന്നത്തെ സീറ്റ് എന്ന് പറയുന്നത് നാട്യാണ്. അവിടുത്തെ സീറ്റ് ഏതാണ്? അവിടുത്തെ CPIയുടെ സീറ്റാണ്. പിന്നത്തെ സീറ്റ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. ഈ 4 സീറ്റിലും ധാരണയാണ്. നിങ്ങൾ എഴുതി വെച്ചോ, 5 എഴുതി വെച്ചോ. കൊടുങ്ങല്ലൂർ, നാട്ടിക, തൃശൂർ, ഒല്ലൂർ 4 CPI സീറ്റിൽ ധാരണയാണ്. ഒരു ഘട്ടത്തിൽ ഈ മുന്നണിയിൽ നിന്നും CPI പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അധികത്തിനിടയിൽ CPIക്ക് എന്തിനാണ് ജില്ലയിൽ 5 MLAമാരുമായി വിടുന്നത്? ഒരു സിറ്റിംഗ് അവർക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്ന പാർലമെന്റ് സീറ്റ് പോലും ജയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അത് മാറ്റിക്കൊടുത്തു. 5 അസംബ്ലി സീറ്റുകളിൽ ഒരു സീറ്റ് മാത്രമാണ് ഈ ചെറിയ സാധ്യത എന്നുള്ളത് കൈപ്പമംഗലമാണ്. കൈപ്പമംഗലത്തെ സീറ്റ് ചില രാഷ്ട്രീയമായ വിഷയങ്ങളുടെ ഭാഗമായി നീക്കുപോക്കിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. CPI അവസാനിപ്പിക്കുക എന്നതാണ് CPIയുടെ ലൈൻ. അത് BJP ധാരണയുടെ ഭാഗമായി വരുന്നു എന്നത് മാത്രം. ഈ ഒല്ലൂരെ ധാരണ എന്ന് പറയുന്നത് അവിടെ CPM വോട്ടുകൾ ഇദ്ദേഹം BJP സ്ഥാനാർത്ഥി ആയാൽ ഇദ്ദേഹത്തെ അനുകൂലമായി CPM വോട്ട് മറിക്കും, അതാണോ ആക്ഷേപം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. നിങ്ങൾ ഈ സീറ്റുകൾ എടുത്തോ. ഇവിടെ പാർലമെന്റ് സീറ്റ് സുനിൽ കുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് അവിടെ കോൺഗ്രസ് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. TN പ്രതാപനും സുനിൽ കുമാറും മത്സരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പിന്നോക്ക ന്യൂനപക്ഷ വോട്ടുകളിൽ സ്പ്ലിറ്റ് വരും.
ആ സ്പ്ലിറ്റിന് വേണ്ടിയാണല്ലോ ഇത് ചെയ്തത്. അവിടെ ആ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ സുനിൽകുമാറിനെ കൊണ്ടുവന്നത്, പിന്നെ പിണറായി വിജയന്റെ താല്പര്യപ്രകാരം. അല്ലാതെ സുനിൽകുമാറിനെ ജയിപ്പിക്കാനല്ലല്ലോ കൊണ്ടുവന്നത്. അപ്പൊ അത് ഒരു വിഷയം. അങ്ങനെയാണ് പാർലമെന്റ് ഇലക്ഷൻ ഇവര് തട്ടിമറിച്ചത്. ഇനി വരാൻ പോകുന്ന സിപിഐയുടെ സീറ്റുകൾ മാത്രമാണ് ഈ വിഷയം നടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, CPM മത്സരിക്കുന്ന സീറ്റുകളിൽ നിങ്ങൾ 2016 വടക്കാഞ്ചേരി മത്സരിക്കുമ്പോൾ 27,000 വോട്ടായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ BJPക്ക് ഉണ്ടായിരുന്നു 35,000 വോട്ടാണ്. 2024 പാർലമെന്റ് ഇലക്ഷനിൽ വോട്ടുകൾ മാറ്റി ചെയ്തിട്ടും വടക്കാഞ്ചേരിയിൽ BJPക്ക് ഉണ്ടായത് 35,000 വോട്ടാണ്. പക്ഷേ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ വോട്ട് 26,000 വോട്ടാണ്. ഈ 35,000 എത്ര വോട്ട് കുറഞ്ഞു ഒന്ന് കണക്കെടുക്കണം. ആ വോട്ടുകളല്ലേ പിന്നെ വടക്കാഞ്ചേരിയിൽ CPM സ്ഥാനാർത്ഥി കിട്ടിയത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും എടുത്തോ. ഗുരുവായൂരിൽ അവിടെ BJP സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന സാഹചര്യം, UDF സ്ഥാനാർത്ഥി ജയിക്കുന്നല്ലേ കരുതിയത്. പക്ഷെ അവിടെ എന്താ ഉണ്ടായത്? അവിടെ പിന്നെ CPM സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. അപ്പൊ ഈ ജില്ലയിൽ നിങ്ങൾ എഴുതി വെച്ചോ, ഞാനിത് പറയുന്നത് ഈ ജില്ലയിൽ പരമാവധി സീറ്റ് കിട്ടാൻ പോകുന്ന സീറ്റാണ്. 4 സീറ്റ് BJP CPM ധാരണയുടെ ഭാഗമായി CPIക്ക് നഷ്ടപ്പെടും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പൊ തൃശൂർ കോർപ്പറേഷനിൽ എത്ര കാലമായി CPIക്ക് പങ്കാളിത്തമില്ലാതെ പോയിട്ട് മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ CPI കിട്ടുന്നതല്ലേ? എത്ര കാലമായി കിട്ടാതിരിക്കുന്നത്? അതിന്റെ കണക്ക് അനുസരിച്ച് ഇപ്പൊ നോക്കിയാൽ അവർക്ക് മേയർ കിട്ടാണ്ടല്ലേ? കിട്ടിയില്ല. മേയർ കിട്ടിയില്ലെങ്കിൽ അവിടെ ഡെപ്യൂട്ടി മേയർ കൊടുത്തില്ല. അപ്പൊ ഇത് തൃശൂർ ജില്ലയിൽ CPIനെ ഫിനിഷ് ചെയ്യുക, അതൊരു ടൂളാണ്. എന്താണ്? BJP CPM ധാരണയുടെ ഭാഗമായി അവർക്ക് കൊടുക്കാൻ കഴിയുന്ന കുറച്ച് പിന്നെ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ CPI സീറ്റുകളാണ്. അത് അവർ കൊടുക്കും, തർക്ക കാര്യത്തിലില്ല. ഈ യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ VS സുനിൽകുമാറിനെ പോലെയുള്ളവർ MK വർഗീസിനെ പല ഘട്ടത്തിലും തള്ളിപ്പറഞ്ഞതാണ്. പക്ഷേ CPM ആ നിലപാട് പരസ്യമായി എത്ര കണ്ട് ശക്തിയായി സ്വീകരിച്ചിട്ടില്ല. ഇത് ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെയാണോ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ കരുവന്നൂർ കേസ് മാറ്റിയതല്ലേ? കരുവന്നൂർ കേസിലെ കൊള്ളപ്പണവുമായി ബന്ധപ്പെട്ട് തൊണ്ടിമുതലുകൾ മുഴുവൻ കണ്ടുകെട്ടി. ആ കണ്ടുകെട്ടിയതുമായി ബന്ധപ്പെട്ട കേസിനകത്ത് എങ്ങനെയാണ് പാർട്ടി പ്രതിയായി പാർട്ടി സെക്രട്ടറിമാർ പ്രതിയാവുന്നത്? ഞാനൊരു നിയമ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. നിയമ വിദ്യാർത്ഥിയായിരുന്നു, രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്, നിയമസഭ അംഗമായിരുന്ന ഒരാളാണ്, നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഒരാളാണ്. ഏത് തെളിവിന്റെയും ഏത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിലെ പ്രതികളായ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെറുതെ വിട്ട് അത് പാർട്ടി സെക്രട്ടറിമാർ എന്ന പേരിലേക്ക് മാറ്റിയത്? ഇത് ചരിത്രത്തിലാദ്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് വളരെ കൃത്യമാണ്. അതൊരു പ്ലാനിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ആ പ്ലാനിന്റെ പ്രതിഫലമാണ് CPM BJPക്ക് കൊടുക്കാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോഴും അവർക്ക് തത്വത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ CPI പേര് കൊടുക്കും. അവർക്ക് ആവശ്യമായ തൃശൂർ ജില്ലയിൽ ഇപ്പൊ അവർക്ക് ഉള്ള സീറ്റുകൾ 2011 അവർക്കുണ്ടായിരുന്ന സീറ്റ് 6 6 സീറ്റ് നിലനിർത്തുകയും കുറച്ച് അഡീഷണൽ ആക്കാൻ വേണ്ടി അവർ BJPയുമായി ധാരണയാണ്. അതൊക്കെ തൃശൂർ ജില്ലയിലെ ജനങ്ങൾ അതൊക്കെ പൊളിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. യെസ്, അതാണ് അനിലക്കര കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം അങ്ങനെയാണ്. ശ്രീജിത്ത്, വളരെ നന്ദി അനിലക്കര. ശ്രീജിത്ത്, ഈ ആക്ഷേപം അനിലക്കര ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ ആക്ഷേപം എന്നതിനപ്പുറത്തിന് അത് വളരെ പ്രസക്തിയുണ്ട്. കാരണം കേരളത്തിൽ ഈ CPMും ഈ CPIയും തമ്മിലുള്ള ആശയക്കുഴപ്പം ഏറ്റവും രൂക്ഷമായത് സമീപകാലത്ത് ഈ തൃശ്ശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ടാണ്. അത് സുനിൽകുമാർ എടുക്കുന്ന വലിയ കടുത്ത നിലപാടുകൾ നമുക്കറിയാം. അതിൽ ഈ MK വർഗീസ് ഒരു കക്ഷിയാണ്, ഒരു വിഷയത്തൊരു കക്ഷിയാണ്. അങ്ങനെ ഒരു മേയറെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് ഇടതുമുന്നണി നേതൃത്വം, അവിടുത്തെ മുൻ MLA മന്ത്രി അടക്കമുള്ള ഈ VS സുനിൽകുമാർ അടക്കം രംഗത്ത് വന്നിട്ടും CPMന് ഇതിൽ നിലപാടില്ല. ഇപ്പോൾ ഒല്ലൂരിൽ മത്സരിക്കുക എന്ന സാഹചര്യം ഉണ്ടായാൽ അത് സംസ്ഥാനത്ത് CPI ബന്ധത്തിൽ തന്നെ വലിയ വിള്ളലുണ്ടാക്കും, ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം CPI സീറ്റുകളിൽ ഇങ്ങനെ ഒരാൾ വരുന്നു, അതിന് CPM വോട്ട് മറിക്കുന്നു എന്ന ഒരു ആക്ഷേപമായി പോലും ഉന്നയിക്കപ്പെട്ടാൽ അത് കടുത്ത പ്രതിസന്ധിയാണ്. ശ്രീജിത്ത്, അതിന് വലിയൊരു രാഷ്ട്രീയം കാണാനാവുന്നില്ലേ? സജിത്ത്, അനിലക്കര തുടങ്ങി വെച്ചത് അവിടെ തന്നെയാണ്. അനിലക്കര പറയുന്ന രാഷ്ട്രീയം അത് തന്നെയാണ്. അതായത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ MK വർഗീസ് സ്ഥാനാർത്ഥിയാക്കിയാൽ ഉന്നയിക്കാൻ പോകുന്ന ആരോപണം കുറച്ച് മുൻപ് തന്നെ അനിലക്കര ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായിരിക്കും അവിടെ CPM CPI വിഷയങ്ങളിൽ